എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹുൽ അഅമാൽ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് പെരുന്നാളുകൾ ആഘോഷിക്കുവാനും സന്തോഷം ജീവിതം നയിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ ബലിദിനത്തിൽ, ഈ പെരുന്നാൾ ദിവസത്തിൽ വിശ്വാസികളായി നമ്മൾ നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ആ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നിസ്കാരമാണ്, മറ്റൊന്ന് ഉലൂഹിയ്യത്ത് കർമ്മം, ബലികർമ്മം. ഈ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തിയാക്കുകയാണ്. നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ പടച്ച തമ്പുരാനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ ഉലൂഹിയ്യത്ത്, ആ മൃഗത്തെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം സമൂഹത്തിൽ വിതരണം ചെയ്യലോടുകൂടി ആ സമൂഹത്തോടുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കുകയാണ്. ഓരോ പെരുന്നാളുകളും അങ്ങനെ തന്നെയാണ്. ആ പെരുന്നാളുകളിൽ നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നു, ബലികർമ്മം നടത്തുന്നു. അതിലൂടെ നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നു എന്ന് തന്നെയാണ്. മറ്റൊന്ന് ബലിമൃഗത്തെ അറുത്ത് ദാനം ചെയ്യുന്നതോടുകൂടി മനുഷ്യരോടുള്ള കടമകൾ, അവരെ സഹായിക്കുക എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകളാണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. ഓരോ ബലിപെരുന്നാളും നമുക്ക് നൽകുന്ന വലിയ നിർദ്ദേശം ഇത് തന്നെയാണ്. നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം, ജഗതിയന്താവായ പടച്ച തമ്പുരാനായ അല്ലാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം അല്ലാഹുവിന്റെ സൃഷ്ടികളെയും കൂടി, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് കൂടി നമുക്ക് ചില കടപ്പാടുകളുണ്ട്, ചില കടമകളുണ്ട് എന്നാണ് ഓരോ ബലിപെരുന്നാൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. സൃഷ്ടാവായ അല്ലാഹുവിനെ നിസ്കരിക്കുന്നതോടൊപ്പം സൃഷ്ടികൾക്ക് വേണ്ടി നമ്മൾ ബലിദാനം നിർവഹിക്കുന്നതിലൂടെ അല്ലാഹുവിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ ആ കടപ്പാടുകൾ മനുഷ്യരായ സമൂഹത്തോടുകൂടിയും നമുക്ക് കടപ്പാടുകളുണ്ട്. രണ്ടും ഒരുപോലെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും അതുപോലെ തന്നെ മനുഷ്യരോടുള്ള കടപ്പാടുകളും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുന്നത്. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ എത്രത്തോളം ആവശ്യമാണോ, അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം മനുഷ്യരോടുള്ള, ജനങ്ങളോടുള്ള കടപ്പാടുകൾ നമ്മൾ കൃത്യമായി നിർവഹിക്കണം. വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായി ധാരാളം സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ, അത് അല്ലാഹുവിനോടുള്ള കടപ്പാടാണ്. സൃഷ്ടികളായ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അല്ലാഹുവിനോടുള്ള കടമകളും മനുഷ്യരോടുള്ള കടമകളെയും അല്ലാഹു തആല ചേർത്തി പറഞ്ഞു. അത് തന്നെയാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം. അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യരോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുന്നു. ഇങ്ങനെ ഇത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം സൂചനകൾ കാണാം. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കാരം നിലനിർത്തണേ, മനുഷ്യർക്ക് സകാത്ത് കൊടുക്കണേ. ഇങ്ങനെ ഇത് സംബന്ധമായി ധാരാളം സൂചനകൾ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവിനെ നമ്മൾ നന്ദി ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് നമ്മൾ കടപ്പാടുകളുണ്ട്. രണ്ടും ഒരുപോലെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഖലീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് എന്നാണ്. എങ്ങനെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലായി മാറിയത്, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളായി മാറിയത്? ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ അനുഭവിക്കേണ്ടി വന്ന വലിയ മഹാനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തീക്കുണ്ടാരത്തിൽ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും ഈമാൻ എന്ന ഒരൊറ്റ ഈ ആയുധം കൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടത്. ആ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന തന്റെ പ്രിയപ്പെട്ട മകനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ അതിനു വേണ്ടി ആ മാതാവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് മിനാ താഴ്വരയിലേക്ക് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം താനേറെ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അറുക്കാൻ വേണ്ടി മിനാ താഴ്വാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ രണ്ട് കൈകളും ചേർത്ത് വെച്ച് ഭൂമിയിലേക്ക് അദ്ദേഹത്തെ കിടത്തിയതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നതായി കാണാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനും തയ്യാറായപ്പോൾ അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ഫലമ്മാ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിമായി അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറായി. വതല്ലൗലിൽ ജബീൻ, മകനെ ഭൂമിയിലേക്ക് ചേർത്ത് കിടത്തി. അപ്പോൾ അല്ലാഹു തആല വിളിച്ചു വനാദീനാഹു, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, തീർച്ചയായും എന്റെ സ്വപ്നത്തിലൂടെയുള്ള കൽപ്പനകൾ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിങ്ങൾ ബലിയർപ്പണം നടത്തേണ്ടതില്ല, പകരം നിങ്ങൾ ഒരു ആടിനെ അറുത്തുകൊണ്ട് ബലിയർപ്പണം പൂർത്തിയാക്കണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. ശേഷം എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് അല്ലാഹുവിനെ നന്ദി ചെയ്യുന്ന, അല്ലാഹുവിന്റെ നിയമങ്ങളെല്ലാം കൃത്യമായി അനുസരിക്കുന്ന ആളുകളോട് ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാം അവസാനിച്ചു. തന്റെ സന്തോഷങ്ങളെല്ലാം തന്റെ മകനെ താനേറെ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ട മകനെ ബലിയർപ്പണം നടത്തുന്നതിലൂടെ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ചു എന്ന് വിചാരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ഇന്ന് എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങി എന്ന് വിചാരിച്ച സമയത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തൊന്നും ഇനിയൊരു ജീവിതമില്ല എന്ന് ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആ ത്യാഗ സമ്പൂർണ്ണത സ്വീകരിക്കുകയും അതിന് പകരമായി നിങ്ങൾ ഒരു ആടിനകത്ത് ബലി പൂർത്തിയാക്കണമെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ അല്ലാഹു തആല നമുക്ക് മുമ്പിൽ പുതിയ മാർഗങ്ങൾ തുറന്നു കൊടുക്കുമെന്ന് തരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അല്ലാഹു തആല പുതിയൊരു മാർഗം കാണിച്ചു തന്നതുപോലെ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹുവിന് വേണ്ടി നന്ദി ചെയ്യാൻ തയ്യാറുണ്ടോ? ഏത് പരീക്ഷണ ഘട്ടത്തിലും, ഏത് പ്രയാസ ഘട്ടത്തിലും, ഏത് വിഷമഘട്ടത്തിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കാനുണ്ടാവും എന്ന് പറയുന്ന വലിയൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് സയ്യിദുനാ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട്. ആ പ്രയാസങ്ങൾക്ക് നടുവിൽ അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണോ? ഏത് പരീക്ഷണത്തിലെയും നമുക്ക് രക്ഷപ്പെടണോ? നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുകയേ വഴിയുള്ളൂ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറാണോ? ഒരിക്കലും കളവ് പറയാത്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറാണോ? അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറാണോ? എന്നാൽ യഹ്ഫദുകല്ലാഹ്, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല, ഇഹ്ഫദില്ലാഹ തജിദ് ലഹു തുജാഹക, നിന്റെ മുമ്പിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം നിന്റെ മുമ്പിൽ സഹായിയായി അല്ലാഹുവിനെ നിനക്ക് എത്തിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അല്ലാഹുവിനെ വഴിപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ, ഏത് സമയത്തും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ രൂപത്തിൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. അതിന് വലിയ ഉദാഹരണമാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം. അതായിരിക്കണം ഈ വിശുദ്ധമായ പെരുന്നാളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, പുതിയ ഇന്ത്യയിൽ, പുതിയ ലോകത്ത് വിശ്വാസികളായ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. പുതിയ ഫറോവമാർ, പുതിയ നമ്രൂദുമാർ നമുക്കിവിടെ ഉദയം ചെയ്യുകയാണ്. പുതിയ നിയമക്കുരുക്കൾ ഉണ്ടാക്കി ഇവിടുത്തെ മുസ്ലിമീങ്ങളെ
പൂട്ടാനുള്ള ഒരു പുതിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന്റെ പരാജയപ്പെട്ടതിന്റെ ദുഃഖമായി പല മുസ്ലിം പണ്ഡിതന്മാരെയും വേട്ടയാടുന്ന ഒരു വാർത്ത നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൊന്നെടുക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ആൾക്കൂട്ട കൊലപാതകത്തിലൂടെ വിശ്വാസികളെ കൊല്ലുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണത്താൽ പല മുസ്ലിമീങ്ങളെയും ഉപദ്രവിക്കുന്ന കൊല്ലുന്ന, ഒരു നായ്ക്ക് കൊടുക്കുന്ന വില പോലും നൽകാതെ തച്ചു കൊല്ലുന്ന ഒരു പുതിയ സാഹചര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. ഫലസ്തീനിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ പ്രിയപ്പെട്ട പിഞ്ചു പൈതലുകളെ അവരെ വേട്ടയാടുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതാണ്. ഇങ്ങനെ ലോകത്ത് വിശ്വാസിയായ ഒരൊറ്റൊരു കാരണത്താൽ നിരന്തരമായി വേദന അനുഭവപ്പെടുന്ന നമുക്കുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറാവണം. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു തീർച്ചയായും നമ്മളെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നലകളിലെ നമ്രൂദുമാരുടെ തീകുണ്ടാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമി ലോകത്ത് ഇല്ലാതാക്കിയതുപോലെ, ഫറോവമാരെ അള്ളാഹു തആല കടലിൽ മുക്കിക്കൊന്നതുപോലെ, നമ്രൂദുമാരെ ലോകത്തുനിന്ന് ഇല്ലാതാക്കിയതുപോലെ വീണ്ടും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. താൽക്കാലികമായി ശത്രുക്കൾക്ക് വിജയം ഉണ്ടാവുമെങ്കിലും അതിന്റെ ആത്യന്തികമായി അതിന്റെ വിജയം അള്ളാഹു മുസ്ലിമീങ്ങളായി നമുക്ക് തരുക തന്നെ ചെയ്യും. ഇന്നലകളിലെ ചരിത്രം നമുക്ക് അതാണ് ഓർമ്മപ്പെടുന്നത്. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അതാണ് നമുക്ക് ഓർമ്മപ്പെടുന്നത്. അതുപോലെ തന്നെ മഹാന്മാരായ അംബിയാ മുർസലുകളുടെ ചരിത്രങ്ങളെല്ലാം നമുക്ക് ഓർമ്മപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നമ്മൾ നെഞ്ചേറ്റാൻ തയ്യാറുണ്ടോ? തീർച്ചയായും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസമുള്ള ഘട്ടങ്ങളിലും അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. പരീക്ഷണങ്ങളിൽ അവസാനം മുസ്ലിം സമൂഹത്തിന് തന്നെ വിജയം നൽകുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ തീരുമാനം പൂർണ്ണമായും അനുസരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതാണ് ഈ വിശുദ്ധ പെരുന്നാൾ, ഈ വിശുദ്ധ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനിടയിലുള്ള അള്ളാഹുവിന്റെ കടമകൾ നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന അശരണരായ യതീമീങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കും. നാളെ അള്ളാഹുവിന്റെ തണലില്ലാത്ത മറ്റൊരു തണലില്ലാത്ത ഒരു സന്ദർഭം ഓരോ വ്യക്തികളായ വിശ്വാസികൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അവിടെ നമുക്ക് അള്ളാഹുവിന്റെ തണൽ കിട്ടണമെങ്കിൽ ഇവിടെ തണൽ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്, ദരിദ്രരായ ആളുകളുണ്ട്, രോഗികളായ ആളുകളുണ്ട്, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെ കൂടെ നമ്മുടെ തണലിലേക്ക് ചേർത്ത് വെച്ച് അവരെ നമ്മൾ സഹായിക്കാൻ തയ്യാറായാൽ തീർച്ചയായും ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ, രോഗികളെ, വിഷമം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ അവരെ കൃത്യമായി നമ്മിലേക്ക് ചേർത്ത് വെക്കുക. അവർക്ക് വേണ്ട സഹായ സഹകരണമൊക്കെയും നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുക. ഒപ്പം ഈ മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിനെ വഴിപ്പെടാനും അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകളെല്ലാം കൃത്യമായി പാലിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, നിത്യരോഗികളായ ആളുകളുണ്ട്, ഓപ്പറേഷനും മറ്റൊക്കെ വിധേയപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളും സ്വദേശത്തും വിദേശത്തുമുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നിരന്തരമായ പ്രയാസം അനുഭവിക്കപ്പെടുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ വിശുദ്ധമായ ദിനത്തിന്റെ ഹഖ് ജാവ് ബറക്കത്തുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു ശിഫാവ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാവട്ടെ. ഈ പള്ളിയോടും മദ്രസയോടും ഒക്കെ സഹകരിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് സഹകരിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നല്ല മനോഹരമായ ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരായ ഉമ്മമാർ, ഗൃഹനാഥന്മാർ, സഹോദരന്മാർ, പ്രിയപ്പെട്ട നാട്ടിലെ യുവാക്കൾ, എന്നും സഹകരിക്കുന്ന നാട്ടിലെ യുവാക്കൾ, എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആ വരുന്ന ഭാവിയിലെ തലമുറ യുവാക്കൾ അല്ലാഹു തആല നമുക്ക് ഉതകുന്ന, സമൂഹത്തിന് ഉതകുന്ന സ്വാലിഹീങ്ങളായ ഒരു തലമുറയാക്കി അല്ലാഹു തആല മാറ്റട്ടെ. ഇന്നലകളിൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഈ നമുക്ക് പള്ളിക്ക് ചുറ്റും മൺമറഞ്ഞ് കിടക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. ലോകത്തെ വിശ്വാസിയായ ഒരൊറ്റ കാരണത്താൽ വേദന അനുഭവിക്കുന്ന ഫലസ്തീനിലെ പിഞ്ചുമക്കളടക്കം ലോകത്തിലെ പല നാടുകളിലും വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ, അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ, രക്ഷ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ, ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ.
برحمتك يا ارحم الراحمين.